കുട്ടികൾ പറയും വെള്ളം ഉണ്ടാകുന്നത് H2O എന്നാണ്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞൊരു വാതകമാണ്, കത്തും. ഹൈഡ്രജൻ ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന മറ്റൊരു വാതകമാണ്. അപ്പോൾ ഇത് രണ്ടും ചേർന്ന് എന്താ സംഭവിക്കേണ്ടേ? കൂടുതൽ ആളി കത്തണം. പക്ഷേ ഇവ രണ്ടും ചേരുമ്പോൾ സംഭവിക്കണത് വെള്ളം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതൊന്നും നമ്മളുണ്ടാക്കിയ നിയമമൊന്നുമല്ല, ഇതൊന്നും നമ്മുടെ വകയിലും വകുപ്പിലുമിട്ട കാര്യങ്ങളുമല്ല. ജാതികൾ തമ്മിൽ വേഷഭൂഷാദികളിൽ അല്ലെങ്കിൽ ഭാഷാപ്രയോഗങ്ങളിൽ ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും, ഉണ്ടാകണം. പക്ഷേ ആത്യന്തികമായ ഉൽപ്പന്നം എന്താണ്? HO ചേരുമ്പോൾ എല്ലാവരും കൂടി കത്തി കാളുകയല്ല ചെയ്യണേ, വെള്ളം ഉണ്ടാകും. മതങ്ങൾ ചേരുമ്പോൾ ആ വെള്ളത്തിൻ്റെ സ്ഥാനത്ത് സ്നേഹം ഉണ്ടാകണം, സ്നേഹവും സാഹോദര്യവും ഉണ്ടാകണം. ഈ കാര്യത്തിൽ നമ്മളാരും പൂർണ്ണരാണെന്നും ചിന്തിക്കരുത്. നമ്മളൊക്കെ വായിക്കുന്ന, വ്യാഖ്യാനിക്കുന്ന, വിശ്വസിക്കുന്ന ഏത് മതഗ്രന്ഥവും ചില മനുഷ്യരുടെ കൈ കൊണ്ട് തന്നെയല്ലേ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഈ രൂപത്തിലായത്. ആ സ്ഥലകാല സാഹചര്യങ്ങളുടെ സ്വാധീനങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. നമ്മളെന്നും വിമലീകരിക്കുക, വിശുദ്ധീകരിക്കുക, നവീകരിക്കുക, അങ്ങനെ ഒരു പുരോഗതി നമുക്കുണ്ട്. നമ്മളെല്ലാവരും ദേഹശുദ്ധി വരുത്താൻ കുളിക്കാറുണ്ട്. കുളിച്ച് ദേഹശുദ്ധി വരുത്തുമ്പോൾ തുടച്ച് വൃത്തിയാക്കാൻ തോർത്തുമുണ്ട് ഉപയോഗിക്കണം. സോപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാ? അഴുക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. തോർത്ത് ഉപയോഗിക്കുന്നത് എന്തിനാ? സോപ്പ് ഉപയോഗിക്കുന്നതിന്. പിന്നെ എന്താ സംഭവിക്കണേ? എല്ലാം ശുദ്ധിയാക്കാൻ, വൃത്തിയാക്കാൻ, തുടച്ചും ആകാൻ ഉപയോഗിക്കുന്ന തോർത്ത് തന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കഴിയെടുക്കേണ്ടി വരാറില്ലേ? നമ്മളൊക്കെ ഈ അർത്ഥത്തിൽ മതങ്ങളെല്ലാം ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ ആ നമുക്കും ശുദ്ധീകരണം വേണം. ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന തോർത്തും നമ്മൾ പിന്നീട് കഴുകി വൃത്തിയാക്കും എന്ന് പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരുപാട് ചിന്തകൾ എന്നും പ്രസംഗം കേൾക്കാൻ മാത്രമല്ല, എല്ലാം ജീവിതത്തിൽ പകർത്താമെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ സാധിക്കാനാണ്? എങ്കിലും നമുക്കതൊരു പ്രചോദനമാകും.